ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഫഹ്മൻ വഅദബൻ കാമിലാ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഅസാതീദിനാ വലിമശായിഖിനാ വലിമുസന്നിഫി ഹാദൽ കിതാബി വർഹംഹും ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അപ്പം നമ്മൾ ഓതാൻ പോകുന്ന തഖ്വീമുൽ ലിസാൻ എന്നുള്ള കിതാബാണ്. തഖ്വീമുൽ ലിസാൻ എന്നുള്ള വാക്കിനർത്ഥം ഭാഷ ചൊവ്വാക്കുക എന്നാണ്. ഏത് ഭാഷയാണ് ചൊവ്വാക്കുന്നത്? ഇവിടെ അറബി ഭാഷ. ഈ അറബി ഭാഷ ചൊവ്വാക്കിയെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇസ്ലാമിൻ്റെ കായിദകളും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും ഒക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നഹ്വ് തിരിയാതെ ഒരാൾ കിതാബിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? കിതാബിലേക്ക് ഒരാൾക്ക് ഇറങ്ങണമെങ്കിൽ, ഇസ്ലാമിൻ്റെ കായിദകളിലേക്കും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലേക്കും ഒരാൾക്ക് ഇറങ്ങണമെങ്കിൽ ആദ്യമായിട്ട് ഏത് റെഡിയാക്കണം? അറബി ഭാഷ റെഡിയാക്കണം. അറബി ഭാഷ റെഡിയാവണമെങ്കിൽ ആദ്യം നഹ്വ് ശരിയാക്കണം. നഹ്വ് ശരിയാക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും നല്ല മാർഗം പാരമ്പര്യമായി നമ്മുടെ പൊന്നാനി ഉലമാവ് ചെയ്തു വരുന്നൊരു നയം, അഥവാ ഓരോ ലഫ്ദിനെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന, ഓരോ ലഫ്ദിൻ്റെയും അവസ്ഥ വിവരിക്കുന്ന തെർക്കീബും ഇറാബും. അത് റെഡിക്ക് ഇങ്ങനെ പറഞ്ഞുകാണ്ട് പരിശീലിക്കുമ്പോൾ ഒരുപാട് ഇസ്തിലാഹാത്തുകൾ ഒരു പഠിക്കും. മൗസൂല്, സീല, മങ്കൂസ്, മഖ്സൂറ്, ഫായില്, മഫ്ഊല്, തമ്മീസ്, ഹാല്, റഫ്, മുളാഫിലൈ, മുളാഫ്, ഇങ്ങനെ ഒരുപാട് വേർഡ്സുകൾ എന്ത് ചെയ്യും? നമ്മളറിയാതെ നമുക്കിങ്ങനെ പരിശീലിച്ച് വരും. അത് തുടക്കത്തിൽ പറഞ്ഞു കൊടുക്കാതിരിക്കുകയും എന്നിട്ട് കുറച്ച് കാലം വായോണ്ട് പറഞ്ഞിട്ട് ഈ ലഫ്ലുകളൊക്കെ ഒരു ഹിഫ്ലായതിന് ശേഷം മൗസൂല്, സീല, തമ്മീസ്, മുളാഫിലൈ പോലുള്ള ലമീർ പോലുള്ള ലഫ്ലുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇവരെ ഈ നഹവിൻ്റെ ആളുകൾ, നഹവിൻ്റെ അയിമത്ത് ഇസ്തിലാഹിൽ വെച്ചിരിക്കുന്ന ഒരുപാട് ലഫ്ലുകളാണ്. ആ ലഫ്ലുകൾ പരിചയപ്പെട്ടിട്ട് അതിലൂടെ മാത്രമേ ഏത് കായത ചർച്ച നടത്താൻ പറ്റുള്ളൂ, നഹവിൻ്റെ കായത ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം ഒരുപാട് വാക്ക് പഠിക്കണം. അത് നമ്മുടെ പൊന്നാനി ആലിമീങ്ങൾ ചെയ്തു വരുന്നൊരു പരിപാടിയാണ്. എന്താ മൗസൂലാന്ന് ആദ്യമൊക്കെ കുട്ടി പറഞ്ഞു കൊടുക്കൂല. കുട്ടിയെ കൊണ്ട് കുറച്ച് ദിവസം മൗസൂല്, സീല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു കൊടുക്കും ഇന്നാലിനാട്ടോ മൗസൂല, ഇന്നാലിനാട്ടോ സീല എന്ന് പറയും. ഫായിലാണെന്ന് പറയും, ഫായിന് റഫ എന്നും പറയും. എന്താണ് ഫായിൽ എന്ന് പറയില്ല. പക്ഷേ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് കുട്ടിക്ക് തന്നെത്താനെ പഠിയും. അതല്ലെങ്കിൽ ആ കുട്ടിക്ക് ഉസ്താദ് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും. അപ്പം ആ കുട്ടിക്ക് ഇങ്ങനെ പറയും. അപ്പോഴേക്ക് കൽബിൽ ഏത് പതിയിൽ കഴിഞ്ഞു? ഈ വാക്കുകൾ പതിയിൽ കഴിഞ്ഞു. ആ നയാണ് ഏറ്റവും കൂടുതൽ നഹവ് തിരിയാനുള്ള ഏറ്റവും നല്ല വഴി. അതുകൊണ്ട് നമുക്ക് ആ വഴിയിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നോക്കാം. ആദ്യം നമുക്ക് തബറുക്കിന് ആദ്യം നമ്മുടെ ഇമാം എഴുതിയ ആ ബിസ്മിൻ്റെയും ഹംദിൻ്റെയും സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും മാനെന്ന് വെക്കാം. ഈ കിതാബ് എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ ഇമാം സമഖ്ശരിയാണെന്ന് പറയുന്നു ചില ഉസ്താദന്മാർ പറയുന്നു ഇത് മുഹമ്മദ് ബിൻ അബുൽ ഖാസിമുൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനാണ് എന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിൻ്റെ മുസന്നിഫാരാന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ കിതാബ് എല്ലാ പള്ളി ദർസുകളിലും പാരമ്പര്യമായി ഓതി വരുന്നുണ്ട്. ഇതിൽ മറ്റ് പല സ്ഥലങ്ങളിലും മറ്റ് പല ഇമാമികൾ പറയാത്ത ചില കായികകളൊക്കെ ഇതിലുണ്ട് താനും. അപ്പോൾ നമുക്കൊരു പ്രാഥമിക കിതാബായിട്ട് അവാമിൽ ഓതി കഴിഞ്ഞവർ മൽഫിയ മറ്റുള്ളതായ വലിയ കിതാബൊക്കെ ഓതുന്നതിൻ്റെ മുമ്പ് പ്രാഥമികമായി ഓതുന്ന ഒരു കിതാബാണ് ഇത്, ഈ തഖ്വീമുൽ ലിസാൻ. അതുകൊണ്ട് നമുക്ക് തഖ്വീമുൽ ലിസാൻ്റെ തുടക്കം തുടങ്ങിയേക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു.
അൽഹംദുലില്ലാഹ്, എല്ലാ ഹംദുകളും അള്ളാഹുവിനിക്കാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? റബ്ബിൽ ആലമീന, സർവ്വലോക രക്ഷിതാവായ. വസ്സലാത്തു വസ്സലാമു, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തും സലാമും ആവുന്നത് അലാ സയ്യിദിന, നമ്മുടെ നേതാവിന് മേലുണ്ടാകുമാറാവട്ടെ, മുഹമ്മദിൻ അഥവാ മുഹമ്മദിന് മേലുണ്ടാകുമാറാവട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാലിഹി, അവിടുത്തെ ആലിന് മേലുണ്ടാവട്ടെ, സഹബിഹി, അവിടുത്തെ സഹാബത്തിന് മേലുണ്ടാവട്ടെ, അജ്മഈൻ പറയപ്പെട്ട എല്ലാവരും മേലുണ്ടാകുമാറാവട്ടെ, ആമീൻ. ബഅദു, ബിസ്മി ഹംദ് സ്വലാത്ത് സലാം എന്നിവയ്ക്ക് ശേഷം, ഫഹാദ, ഇത് കിതാബുൽ ബിദായത്തി, ഒരു തുടങ്ങലിൻ്റെ കിതാബാണ്. എന്തിൽ തുടങ്ങുക? ഫി തക്വീമിൽ ലിസാൻ, ഭാഷ, അറബി ഭാഷ ചൊവ്വാക്കുന്നതിൽ തുടങ്ങുന്നതിൻ്റെ കിതാബാണ്. അല്ലഫ്തുഹു, ഇതിനെ ഞാൻ രചിച്ചു, ബി ഷവാഹിദിൽ ഖുർആൻ, ഖുർആനാകുന്ന ലക്ഷ്യങ്ങളോടുകൂടിയാണ്. എന്ത് പറഞ്ഞാലും ഞാൻ അപ്പം തന്നെ ഖാലല്ലാഹു തആല, അള്ള പറഞ്ഞിരിക്കുന്നു പറഞ്ഞാണ് ഖുർആനെന്ന് തെളിവ് പറയും. അങ്ങനെയാണ് ഈ കിതാബ് ഞാൻ രചിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? ലിയഖ്റുബ അലൽ മുതനാവിലി, ഇത് പെരുമാറുന്നവൻ്റെ മേലിൽ എളുപ്പമാകാൻ വേണ്ടി, ഹിഫ്ലുഹു, അതിനെ ഹിഫ്ലാക്കൽ, മനപാഠമാക്കൽ, വയതഖററ ഫി ത്വബഇ ത്വാലിബി, വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ ഉറക്കാൻ വേണ്ടിയും, മഅനാഹു വ ലഫ്ലുഹു, അതിൻ്റെ ആശയവും അതിൻ്റെ ലഫ്ലും ഉറക്കാൻ വേണ്ടിയുമാണ് ഞാനിങ്ങനെ തുടങ്ങിയത്. വബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് അത്തൗഫീഖ്, ഈ കിതാബ് രചിക്കാനും പൂർത്തിയാക്കാനുള്ള തൗഫീഖ് ആരെ കൊണ്ട് മാത്രമാണ്? അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. ഫഅവ്വലു ദാലിക ബാബുൽ കലിമാത്ത്, ഒന്നാമത്തത് ബാബുൽ കലിമത്താണ്. ഇനി എങ്ങനെയാണ് ഇത്രയും നേരെ നമ്മൾ വായിച്ചതിൻ്റെ തെർക്കീബ് ഇറാബ് എങ്ങനെയാണ് നോക്കുക. ആദ്യം തെർക്കീബ് മാത്രം വെച്ച് നോക്കുക, എന്നിട്ടേക്ക് ഇറാബും കൂട്ടുക. ബിസ്മില്ലാഹി, ബാ ഹർഫ് ജാർ, ഇസ്മി മജ്റൂർ, ബാഇൻ്റെ മുതഅല്ലഖ് കളയപ്പെട്ടത്, സങ്കൽപ്പിക്കൽ അബ്തദീഉ. വിശദീകരണം ഇപ്പോൾ പറയില്ല കേട്ടോ. അല്ലാഹി മുലാഫുൻ ഇലൈഹി, മുലാഫ് ഇസ്മി എന്നത്. അർറഹ്മാനി സിഫത്ത്, മൗസൂഫ് അല്ലാഹി എന്നത്. അർറഹീമി സിഫത്തും ബഅദ സിഫത്ത്, മൗസൂഫ് അല്ലാഹി എന്നത്. ഇത്രയേ പറഞ്ഞുള്ളൂ, അതിൽ തെർക്കീബുള്ളൂ. ഇനി ബാക്കിയിൽ തെർക്കീബ് പറയാം, ഇറാബ് നമുക്ക് കൂട്ടി പറയാം. ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദു, എല്ലാ ഹംദുമാവുന്നത് മൂത്തത്, ലില്ലാഹി, ലാം ഹർഫ് ജാർ, അല്ലാഹി മജ്റൂർ, ലാമിൻ്റെ മുതഅല്ലഖ് കളയപ്പെട്ടത്, സങ്കൽപ്പിക്കൽ സാബിത്ത്, ജാർ മജ്റൂറിൻ്റെ മജ്മൂഅ്, അൽഹംദ് എന്ന മുത്തതിൻ്റെ ഖബർ, റബ്ബി റബ്ബായ സിഫത്ത്, മൗസൂഫ് അല്ലാഹി, ലില്ലാഹിക്ക് അല്ലാഹി, അൽ ആലമീന സർവ്വലോകങ്ങളുടെ, മുലാഫുൻ ഇലൈഹി, മുലാഫ് റബ്ബി എന്നത് ഉണ്ടല്ലേ. വസ്സലാത്തു വസ്സലാമു, സ്വലാത്തും സലാമും ആവുന്നത്. അവർഫ് ആത്തിഫ് ആക്കാം, ഇസ്തിനാഫ് ആക്കാം. ആത്തിഫ് ആക്കിയാണ് നമ്മൾ റേക്ക് ഉണ്ടാക്കി തരാം. വാവർഫ് ആത്തിഫ്, അസ്വലാത്തു മുബ്തദ്, വസ്സലാമു വാർഫ് ആത്തിഫ്, അസ്സലാമു മഅത്തൂഫ്, മഅത്തൂഫുൻ അലൈഹി അസ്വലാത്തു. അല അർഫ് ജാർ, സയ്യിദി മജ്റൂർ, ജാർ അലൻ്റെ മുതഅല്ലഖ് കളയപ്പെട്ടത്, സങ്കല്പിക്കൽ സബത്ത. എന്തിനാ സബത്ത? സാബിത്ത് ഒഴിവാക്കി സബത്താക്കണം. എന്താണെന്ന് വെച്ചാൽ ദുആൻ്റെ മാന കിട്ടാൻ. ദുആൻ്റെ മാനാണ് കിട്ടാൻ ഏറ്റവും നല്ലതും ഫീല് മാതിയാക്കല. റഹിമഹുല്ലാഹു, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, റളിയല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെടട്ടെ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ സ്വലാത്തു സലാമു ആവുന്നത് സബത്ത അലാൻ സയ്യിദിന, നമ്മുടെ സയ്യിദിൻ്റെ മേൽ സ്ഥിരമാകുമാറാവട്ടെ എന്നുള്ള ദുആൻ്റെ മാന കിട്ടാന്നുള്ളത് സബത്താൻ സങ്കല്പിക്കല. പിന്നെ ജാർ മജ്റൂറിൻ്റെ മജ്മൂഅ്, അസ്വലാത്തു എന്ന മുത്തതിൻ്റെ ഖബർ, ന മുലാഫുൻ ഇലൈഹി, മുലാഫ് സയ്യിദി, മുഹമ്മദിൻ ബദല് മുബദല് മിന്നു സയ്യിദി, വ ആലിഹി വാവർഫ് ആത്തിഫ്, ആലി മാത്തൂഫ്, മാത്തൂഫിൻ അലൈഹി സയ്യിദി. അവിടെ മാത്തൂഫിൻ അലൈഹി മുഹമ്മദ് എന്ന് പറയരുത്. അപ്പം അങ്ങനെ അതെന്ത് വരും എന്നറിയോ? ഈ ആരും കൂടിയും സഹബൊക്കെ സയ്യിദാണെന്ന് വരും. ഇവിടെ സയ്യിദ് ഉദ്ദേശിക്കുന്നത് മുഹമ്മദിനെ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാവർഫ് ആത്തിഫ്, ആലി മാത്തൂഫ്, മാത്തൂഫിൻ അലൈഹി സയ്യിദി, വ സഹബിഹി വാവർഫ് ആത്തിഫ്, സയ്യിദി സഹബി മാത്തൂഫ്, മാത്തൂഫിൻ അലൈഹി സയ്യിദി. അജ്മഈന തഅ്കീദ്, മുഅക്കദ് ആലും സഹബും. ഇപ്പോൾ തെർക്കി മാത്രം വെച്ച കേട്ടോ. ഇനി ഇറാബ് കൂട്ടി വെക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇനി ഇതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് കൂടി നമുക്ക് വേറെ ഒന്നുകൂടി പറയണം. വ ബഅദു, ബിസ്മി ഹംദ് സലാത്ത് സലാം എന്നിവയ്ക്ക് ശേഷം,
വാവ് അമ്മയെ തൊട്ട് വാരം വന്നതാണ്. അമ്മാബായത് എന്നുണ്ടെങ്കിൽ അമ്മയെ തൊട്ട് വാരം വന്നാണ്. അമ്മയോ അമ്മ മഹ്മ യക്കും മിൻ ഷെയ് എന്നതിനെ തൊട്ടും പകരം വന്നത്. ബഅദു ലർഫ്, ബഅദു ലർഫ് മുതഅല്ലക്ക് കളയപ്പെട്ട യക്കുൻ. മഹ്മ യക്കും മിൻ ഷെയ് എന്നത് യക്കില്ല, അതിനോടാ മുതഅല്ലക്ക്. ഫാ അമ്മയുടെ ജവാബ് കൊടുത്തത് അങ്ങനെ അമ്മാബായത് അമ്മ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അമ്മാബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അമ്മ സായില ഫലാ തൻഹർ. അമ്മൻ്റെ മേഖല ഉണ്ടാവും, ഫാ ഉണ്ടാവും. ഹാദ എന്ന് പറയുന്നത് ഹ അർഫ് തംബീഹ്, ദ എന്ന് പറയുന്നത് ഇഷാറത്തിൻ്റെ ഇസ്മ മൂത്തത്, ഇസ്മുൽ ഇഷാറ മൂത്തത്. അപ്പോൾ ഹ തംബീഹിൻ്റെ ഹാട്ടോ, ദ ഇതാവുന്നത്, ഇതാൻ്റെ അർത്ഥമാണ് ഇത് എന്നുള്ളത്. ഹാദൊക്കെ ഒന്നായിട്ട് ചിലരൊക്കെ മനസ്സിലാക്കി എന്താ നിങ്ങൾ ഹാദ എന്നാണ് ഹ അടക്കം എന്താണ് ഇഷാറ ഇസ്മ എന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം. അപ്പം ഇതിലൊക്കെ കുട്ടികളൊക്കെ പഠിപ്പിക്കുക, പിന്നെ ഈ സ്കൂളിലെ പുസ്തകത്തിലൊക്കെ പഠിപ്പിക്കലേ ഹാദ ദാലിക്ക ഒക്കെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ വിചാരിച്ചു ഹാദ എന്ന വാക്കിന് ഒന്നായിട്ടാണ് ഇത്, ഹാദിഹി ഇവൾ, ഇങ്ങനെ പഠിപ്പിച്ചു. ഹാ അല്ലാണ്ട് പഠിപ്പിക്കണം. കാരണം ഒരുപാട് സ്ഥലത്ത് പിന്നെ ഹാ അല്ലാതെ ഖുർആനിലും ഹദീസിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ വരും. എല്ലായിടത്തും ഹാ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇഷാരസ്മാന്ന് ഈ കുട്ടിക്ക് അറിയില്ല. അത് ഇല്ലാതാക്കണമെങ്കിൽ ഇതാ മാത്രമേ ഇഷാരസ്മുള്ളൂ എന്ന് പഠിക്കണം. പിന്നെ കിതാബുൽ ബിദായത്തി, കിതാബു പറഞ്ഞ ഖബർ, കിതാബാണ്. അൽ ബിദായത്തി മുലാഫിനിലേക്ക്, മുലാഫ് കിതാബു. ഫി തക്വീമിൽ ലിസാനി, ഫി അർഫ് ജാറ്, തക്വീമി മജ്റൂർ, ഫീൻ്റെ മുതഅല്ലക്ക് ബിദായത്ത്. പിന്നെ അദ്ലിസാൻ പിന്നെ അല്ലഫ്തുഹു, അല്ലഫ ഫീൽ മാളി, തു ലമീർ ഫായിൽ, അല്ലഫ അല്ലഫ അല്ലഫു ഇങ്ങനെ പോയ അല്ലഫ്തു അല്ലഫ്നാന്ന് വിടില്ല. അപ്പോൾ തു ആണ് ഫായിൽ, ഞാൻ അർത്ഥമുള്ള തൂനാണ്. ഹു മഫൂല്. പിന്നെ ബി ഷവാഹിദിൽ ഖുർആൻ, ബാർഫ് ജാറ്, ഷവാഹിദി മജ്റൂർ, ബായിന് മുതഅല്ലക്ക് അല്ലഫ്തു. പിന്നെ അൽ ഖുർആനി മുലാഫിൻ ഇലൈഹി, മുലാഫ് ഷവാഹിദി. ലി യഖ്റുബ, ലാമർഫ് ജാറ്, യഖ്റുബ ഫേല് മുലാരി മൻസൂബ്, അങ്ങനെ പറയല്. അന്ന് മുളമർ നാസിബ്, യഖ്റുബ ഫീൽ മുലാരി മൻസൂബ്, അങ്ങനെ പറയും. ലാമർഫ് ജാറ്, അന്ന് മുളമർ മറക്കപ്പെട്ട അന്ന് നാസിബ്. അല്ലി അൻ യഖ്റുബ എന്നുണ്ടായിരുന്നു അവിടെ. ആ അന്നാണ് ആർക്ക് നസ്ബ് ചെയ്ത്, യഖ്റുബക്ക് നസ്ബ് ചെയ്ത്. പിന്നെ അതിൻ്റെ ഫായിൽ വാക്കിൽ വരുന്നുണ്ട്, ഹിഫ്ലു എന്ന് ഫായിൽ വാക്കിൽ വരും ഇൻഷാ അല്ലാഹ്. പിന്നെ ലാമിൻ്റെ മുതഅല്ലക്ക് അല്ലഫനോട്. അലൽ മുത്തനാവിലി പറഞ്ഞാൽ അലർഫ് ജാറ്, അൽ മുത്തനാവിലി മജ്റൂർ, അലൻ്റെ മുതഅല്ലക്ക് യഖ്റുബ. ഹിഫ്ലു യഖ്റുബൻ്റെ ഫായില്, ഹു മുലാഫിൻ ഇലൈഹി, മുലാഫ് ഹിഫ്ലു. വയതകററ വാവർ ഫാത്തിഫ്, യതകററ ഫീൽ മുലാരി മഅതൂഫ് മൻസൂബ്, ഫീൽ മുലാരി മഅതൂഫ് മൻസൂബ്. പിന്നെ മഅതൂഫുൻ അലൈഹി യഖ്റുബ, മഅതൂഫുൻ അലൈഹി യഖ്റുബ. ഫി തബഇ താലിബി, ഫി അർഫ് ജാറ്, തബഇ മജ്റൂർ, ഫീൻ്റെ മുതഅല്ലക്ക് യതകററ. അത്താലിബി മുലാഫിൻ ഇലൈഹി, മുലാഫ് തബഇ. മഅന എന്നാണ് യതകററിൻ്റെ ഫായിൽ, ഹു മുലാഫിൻ ഇലൈഹി, മുലാഫ് മഅന. വലഫ്ലുഹു വാവർ ഫാത്തിഫ്, ലഫ്ലു മഅതൂഫ്, മഅതൂഫുൻ അലൈഹി മഅന. വബില്ലാഹി തൗഫീഖ്, വാവർ ഇസ്തിനാഫ്, ആ വായനെന്തില്ല അങ്ങോട്ട് ബന്ധമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞ മഅതൂഫിനോട് വെച്ചിട്ട് വെച്ചുതരാം. പിന്നെ ബില്ലാഹി തൗഫീഖ്, ബാർഫ് ജാറ്, അല്ലാഹി മജ്റൂർ, ബായിന് മുതഅല്ലക്ക് കളയപ്പെട്ടത്, സങ്കല്പിക്കൽ സാബിത്ത്. ജാർ മജ്റൂർ മജ്മൂ ഖബർ മുഖദ്ദം, ജാർ മജ്മൂ ഖബർ മുഖദ്ദം. അത്തൗഫീഖ് മൂത്ത മുഅഖർ, തൗഫീഖ് മൂത്ത മുഅഖർ. ഫഅവ്വലു ദാലിക, ഫാർഫ് ബയാൻ, അവ്വലു മൂത്തത്, ദാലിക എന്ന ദ ഇഷാറത്തുൽ ഇസ്മ മൂത്തത്. കണ്ടോ, ദ മാത്രമാണ് ഇഷാറത്തുൽ ഇസ്മ മുലാഫിലെ, മൂത്തത് മുലാഫിലെ അല്ലേ, അവ്വലുന് മുലാഫിലെ അല്ലേ, അവ്വലു മൂത്തത്, ദ ഇഷാറത്തുൽ ഇസ്മ മുലാഫിലെ. ലാം അർഫ് ബുഅദ്, കാഫ് അർഫ് ഖിതാബ്, അങ്ങനെ വെക്കുക. ലാം അർഫ് ബുഅദ്, ഇത് ബൈദിലേക്ക് ഇഷാറത്താക്കാനുള്ളതെന്ന് അറിയിക്കാനാണ് എന്ത് ചെയ്ത് ലാം കൊടുത്തത്. കാഫ് മുഹാത്തബിനെ ഹാൽ അറിയിക്കാനും, അപ്പോൾ കാഫ് അർഫ് ഖിതാബ്. ഇനി ബാബു പറഞ്ഞത് അവ്വല നൂത്താൻ്റെ ഖബർ, അൽ കലിമത്തി പറഞ്ഞ മുലാഫിൻ ഇലൈഹി, മുലാഫ് ബാബു. ഏത് കഴിഞ്ഞു? ഇപ്പം ഇന്ന് ഓതിയോടത്തോളം തെർക്കീബ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പിന്നെ